നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഹമാസിനെ പിന്തുണയ്ക്കുന്ന തീവ്രവാദ ഗ്രൂപ്പായ ഹെസ്ബുള്ളയുടെ ആസ്ഥാനമാണ് ലെബനൻ. ഇസ്രയേലിന്റെ മണ്ണിൽ 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1139 ഇസ്രയേലികൾ കൊല്ലപ്പെട്ടതോടെയാണ് ഇസ്രയേൽ ഹമാസിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഇപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ലെബനിലെ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ കൂടി ആക്രമിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അതാണിപ്പോൾ ഇസ്രയേൽ വ്യക്തമാക്കുന്നതും. ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ ഹിസ്ബുള്ളക്കെതിരെ നടത്താനാണ് പദ്ധതി എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതോടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നടുങ്ങിയിരിക്കുകയാണ്. ഈ ആക്രമണത്തിന് ശക്തി പകരാൻ ഇസ്രയേൽ സേനയ്ക്ക് ഇറങ്ങാനും പോകാനും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട സൈപ്രസ് എന്ന രാജ്യത്തിലെ വിമാനത്താവളം ഉപയോഗിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ. സൈപ്രസും ഇസ്രയേലിന് വേണ്ടി വിമാനത്താവളം തുറന്നു കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇതിൽ നിന്നും സൈപ്രസിനെ തടയാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലെബനന്റെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നൈസ്റോള്ള. ഇസ്രയേൽ സേനയ്ക്ക് വിമാനത്താവളം തുറന്നു കൊടുക്കാൻ സൈപ്രസും തങ്ങളുടെ ശത്രുവാണ് എന്നും സൈപ്രസിനെ ആക്രമിക്കുമെന്നാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ താക്കീത് നൽകിയിരിക്കുന്നത്. ഷിയ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. സൈപ്രസ് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യമാണ് എന്നും സൈപ്രസിനെതിരെ ഭീഷണി യൂറോപ്യൻ യൂണിയനെതിരായ ഭീഷണിയാണ് എന്നും അതിനെ ശക്തമായി നേരിടുമെന്നുമാണ് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അയൽ രാജ്യമായ ഗ്രീസും സൈപ്രസിനോട് അഭിവ്യക്ത ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബലം ഉപയോഗിക്കാനുള്ള ഭീഷണി ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടിന്റെ നഗ്നമായ ലംഘനമാണ് എന്ന് എക്സിൽ പറഞ്ഞു. ഇതോടെ ലെബനൻ ഭരണാധികാരികളാണ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഏത് വിധേനയും യുദ്ധം ഒഴിവാക്കാൻ ലെബനൻ ഭരണാധികാരികൾ സൈപ്രസുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സിറിയയിലും യമനിലും ആക്രമണം നടത്താൻ നേരത്തെ ബ്രിട്ടീഷ് സേന സൈപ്രസിലെ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ചിരുന്നു. പശ്ചിമ ഏഷ്യയ്ക്കും തെക്കൻ യൂറോപ്പിനും ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലമായതിനാൽ ലെബനൻ ആക്രമിക്കാനും നല്ലൊരു തന്ത്രപ്രധാന കേന്ദ്രമാണ് സൈപ്രസ്. നിക്കോസ് തലസ്ഥാനമായ സൈപ്രസിൽ ആകെ 9.2 ലക്ഷം ജനങ്ങളെ ഉള്ളൂ. യൂറോപ്യൻ യൂണിയൻ അംഗമാണെങ്കിലും സൈപ്രസ് നെറ്റോയിൽ അംഗമല്ല. ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രയേൽ സേനയ്ക്ക് പരിശീലനം നൽകാൻ സൈപ്രസ് മണ്ണ് ഇസ്രയേൽ ഉപയോഗിച്ചിരുന്നു. കിഴക്കൻ മെഡിറ്ററേനിയനിലെ ഒരു ദ്വീപ് മിഡിൽ ഈസ്റ്റും തെക്കൻ യൂറോപ്പും ഇടയിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഫോൾട്ട് ലൈനിൽ സ്ഥിതി ചെയ്യുന്നു. സൈപ്രസ് ഭൂമിശാസ്ത്രപരമായി മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളുമായി യൂറോപ്യൻ ശക്തി കേന്ദ്രങ്ങളെക്കാൾ വലിയ അടുത്താണ്. US സംസ്ഥാനമായ ലെബനനിന്റെ ഇരട്ടി വലിപ്പമുള്ള ഈ ദ്വീപ് 2 ഭാഗങ്ങളിലായി തിരിച്ചിരിക്കുന്നു. ഗ്രീക്ക് സംസാരിക്കുന്ന തെക്കൻ ഭാഗം റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്നറിയപ്പെടുന്നു. ടർക്കിഷ് സംസാരിക്കുന്ന പ്രദേശം ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്നറിയപ്പെടുന്നു. ദ്വീപിന്റെ വിഭജനം പ്രാദേശിക ശത്രുക്കളായ ഗ്രീസും തുർക്കിയിലും തമ്മിലുള്ള മത്സരത്തെ പ്രതിഫലിപ്പിക്കുന്നു. മിക്ക അന്താരാഷ്ട്ര സമൂഹവും സൈപ്രസിന്റെ ഗ്രീക്ക് ഭാഗത്തിന്റെ പരമാധികാരം മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. നസ്രല്ലയുടെ ഭീഷണികൾ ആ രാജ്യത്തിലേക്കായിരുന്നു. സൈപ്രസ് പരമ്പരാഗതമായി ഇസ്രയേലിലെ എയർ ഡ്രില്ലുകൾക്കായി അവരുടെ വ്യോമ അതിർത്തി ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് കിങ്ഡത്തിന് സൈപ്രസിൽ താവളങ്ങളുണ്ട്. അത് പ്രദേശത്ത് സൈനിക പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്നു. യമനിലെ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്താൻ UK ഈ താവളങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് ആരോപണം. ഗാസയ്ക്കും തെക്കൻ ലെബനനിലുമെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിനെ ആയുധമാക്കാനും ഈ താവളങ്ങൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്.